നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ജൂൺ മാസം 5-ാം തീയതി വെള്ളിയാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്താൽ പിഴ ഈടാക്കുന്നതിന് പുറമെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നിയമവും സംസ്ഥാനത്ത് നടപ്പാക്കിയേക്കും. കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം ഹെൽമറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചയാളുടെ ലൈസൻസിന് 3 മാസത്തേക്ക് അയോഗ്യത കൽപ്പിക്കാനാകും. എന്നാൽ സംസ്ഥാനത്ത് ഇത് നടപ്പാക്കിയിട്ടില്ല. പിഴ ചുമത്തുന്നതിന് പുറമെയാകും 3 മാസത്തെ സസ്പെൻഷൻ. ചട്ടലംഘനം വ്യാപകമാകുന്ന പശ്ചാത്തലത്തിലാണ് നടപടികൾ കടുപ്പിക്കാനൊരുങ്ങുന്നത്. ഹെൽമറ്റ് ധരിക്കാത്തവരെ പരിശീലന കേന്ദ്രത്തിൽ അയച്ച് ചട്ടം പഠിപ്പിക്കാനും സാമൂഹിക സേവനത്തിന് അയക്കാനും വ്യവസ്ഥയുണ്ട്. ഹെൽമറ്റ് ധരിക്കാത്തവർക്ക് കേന്ദ്ര നിയമപ്രകാരം 1000 രൂപയാണ് പിഴയെങ്കിലും സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ച് കേരളത്തിൽ 500 രൂപയായി കുറച്ചിരുന്നു. പിന്നിലിരിക്കുന്ന യാത്രക്കാരൻ ഹെൽമറ്റ് ധരിച്ചില്ലെങ്കിലും ഡ്രൈവറുടെ ലൈസൻസിനെയാണ് ഇത് ബാധിക്കുക. CCTV ക്യാമറകൾ വഴി ഹെൽമറ്റ് ഇല്ലാത്ത യാത്ര കണ്ടെത്തി പിഴ ഈടാക്കുന്ന സംവിധാനം നിലവിലുണ്ട്. പിഴ അടച്ചില്ലെങ്കിൽ വാഹനം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടാം. എല്ലാ മോട്ടോർ സൈക്കിൾ യാത്രക്കാരും ഹെൽമറ്റ് ധരിക്കുന്നതിലൂടെ സംസ്ഥാനത്ത് വാഹന അപകട നിരക്ക് 20% കുറയ്ക്കാനാകുമെന്ന കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിയമ നടപടികൾ ശക്തമാക്കുന്നത്. ഹെൽമറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് കൂടാതെ മറ്റ് ചട്ട ലംഘനങ്ങൾക്ക് നേരെയും കർശന നടപടികൾക്ക് ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, പുതിയ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായ സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്രാ പദ്ധതിയുടെ പ്രഖ്യാപനം ഉടൻ. എന്നാൽ തുടക്കത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ഈ ഒരു ആനുകൂല്യം പരിമിതപ്പെടുത്താനാണ് സർക്കാർ തീരുമാനം. ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെയുള്ള ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത് പ്രായോഗികമല്ലെന്ന KSRTC വിദഗ്ധ സമിതിയുടെ വിലയിരുത്തലിനെ തുടർന്നാണ് ഈ ഒരു നീക്കം. തുടക്കത്തിൽ എല്ലാ KSRTC ബസ്സുകളിലും സ്ത്രീകളുടെ സൗജന്യ യാത്ര പരിഗണിച്ചിരുന്നെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉയർന്നതോടെയാണ് ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രമായി ചുരുക്കിയത്. ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, അതുപോലെ തന്നെ എക്സ്പ്രസ് തുടങ്ങിയ റിസർവേഷൻ സൗകര്യമുള്ള ഉയർന്ന ശ്രേണിയിലെ ബസ്സുകളിൽ കൂടി സൗജന്യ യാത്ര അനുവദിച്ചാൽ അത് സർവീസ് രംഗത്ത് വലിയ കെടുകാര്യസ്ഥതയ്ക്കും പ്രതിസന്ധിക്കും കാരണമാകുമെന്ന് വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടുന്നു. ദീർഘദൂര സർവീസുകളിൽ ഉൾപ്പെടെ വലിയ തോതിൽ തിരക്ക് വർദ്ധിക്കുന്നത് കൊമേഴ്സ്യൽ സർവീസുകളെ ബാധിക്കുമെന്ന ആശങ്കയും ഉയർന്നു. ഭാവിയിൽ ഓർഡിനറി ബസ്സുകളിലെ ഈ ഒരു പരീക്ഷണം വിജയകരമാണെന്ന് കണ്ടാൽ മാത്രമേ മറ്റു സർവീസുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കുകയുള്ളൂ. അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോഴും ഈ ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പിലാക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ളത് വലിയ വെല്ലുവിളിയാണ്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ KSRTCയുടെ ടിക്കറ്റ് വരുമാനത്തിലുണ്ടാകുന്ന ഭീമമായ നഷ്ടം പൂർണ്ണമായും സർക്കാർ നികത്തുമെന്നാണ് വ്യവസ്ഥ. പ്രതിമാസ ബാധ്യത 90 മുതൽ 100 കോടി രൂപ വരെ ഈ ഒരു പദ്ധതിക്കായി മാത്രം പ്രതിമാസം സർക്കാരിന് അധികമായി കണ്ടെത്തേണ്ടി വരും. നിലവിലെ സഹായം KSRTCയിലെ ജീവനക്കാരുടെ ശമ്പളത്തിനും പെൻഷനുമായി നിലവിൽ പ്രതിമാസം 80 കോടി രൂപ സർക്കാർ നൽകുന്നുണ്ട്. ഇതിനു പുറമെയാണ് പുതിയ 100 കോടിയുടെ ബാധ്യത കൂടി വരുന്നത്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, വാഹനങ്ങളിൽ വരുത്താവുന്ന മോഡിഫിക്കേഷനുകളുടെ പട്ടിക തയ്യാറാക്കി മോട്ടോർ വാഹന വകുപ്പ്. അനുമതിയില്ലാതെ ചെയ്യാവുന്ന 18 മോഡിഫിക്കേഷൻ പട്ടികയിലുണ്ട്. അനുമതി നേടി RC ബുക്കിൽ മാറ്റം വരുത്തി ചെയ്യാവുന്ന 6 മോഡിഫിക്കേഷനും ഇതിൽ ഉൾപ്പെടുത്തി. ഗതാഗത കമ്മീഷണർ പട്ടിക സർക്കാരിന് കൈമാറും. അന്തിമ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് മുഖ്യമന്ത്രി VD സതീശൻ വാഹന മോഡിഫിക്കേഷന് അനുകൂലമായിട്ടാണ് പ്രതികരിച്ചത്. UDF സർക്കാർ അധികാരത്തിലേറിയതോടെ നിയമക്കുരുക്കുണ്ടാവാത്ത മോഡിഫിക്കേഷനുകളുടെ ലിസ്റ്റ് MVD തയ്യാറാക്കി. വാഹനങ്ങളിൽ സ്റ്റിക്കർ ഒട്ടിക്കാം. പൊതുമധ്യത്തിൽ പ്രദർശിപ്പിക്കാവുന്ന മാന്യമായ സ്റ്റിക്കറുകൾ ആയാൽ മതി. വാഹനത്തിനുള്ളിൽ അലങ്കാര ലൈറ്റുകൾ സ്ഥാപിക്കാം. റിവേഴ്സ് ക്യാമറ, GPS ട്രാക്കർ, കൂടുതൽ സ്പീക്കറുകൾ, റൂഫ് കാരിയറുകൾ എന്നിവ സ്ഥാപിക്കാനും പ്രശ്നമില്ല. 50% ദൃശ്യം ഉറപ്പാക്കുന്ന സൺ ഫിലിമും വാഹനത്തിന്റെ വിൻഡോ ഗ്ലാസിൽ അനുമതി ഇല്ലാതെ ഒട്ടിക്കാം. വാഹനത്തിന്റെ നിറം മാറ്റം, മറ്റൊരു എഞ്ചിൻ സ്ഥാപിക്കൽ, വാഹനം ഇലക്ട്രിക് ആയി മാറ്റുക തുടങ്ങിയവയ്ക്ക് MVDയുടെ അനുമതി വാങ്ങണം. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലും മാറ്റം വരുത്തണം.
പട്ടികയിലില്ലാത്ത മറ്റു മോഡിഫിക്കേഷനുകളെല്ലാം നിയമ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് MVDയുടെ കണ്ടെത്തൽ. പട്ടികയിലുള്ള 90% മോഡിഫിക്കേഷനുകളും നിലവിലുള്ളത് തന്നെയാണ്. വാഹനപ്രേമികൾ ഇതുകൊണ്ട് തൃപ്തിപ്പെടുമോ എന്നതാണ് ഇനി കാണേണ്ടത്. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് നിരവധി ആളുകൾ കമന്റിലൂടെ ഉന്നയിച്ചിട്ടുണ്ട്. ആശ്വാസകിരണം പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തായി എന്നുള്ളൊരു കാര്യം. അപ്പോൾ തീർച്ചയായും ഈ ഒരു ആശ്വാസകിരണം പദ്ധതി പ്രകാരം നിലവിൽ സംസ്ഥാന സർക്കാർ അതിനാവശ്യമായിട്ടുള്ള തുക വകയിരുത്തിയിട്ടില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി മാസങ്ങളുടെ കുടിശ്ശിക ഈ ഒരു പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുണ്ട്. ഗുരുതര രോഗങ്ങൾ ബാധിച്ചവരെയും കിടപ്പിലായവരെയും ഉപേക്ഷിക്കാതെ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ പരിചരണം ഉറപ്പാക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പരിചരണം നൽകുന്നവരുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ ഇത് ഏറെ സഹായകരമാണ്. ഇത് മാസം 1000 രൂപ വെച്ചാണ് ഈ ഒരു പദ്ധതി പ്രകാരം ധനസഹായമായി നൽകിയിരുന്നത്. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ജൂൺ മാസത്തെ 25-ാം തീയതിക്ക് ശേഷം വിതരണം ചെയ്യും. അതായത് ബജറ്റിന് ശേഷമാണ് ഈ ഒരു തുക വിതരണം ഉണ്ടാവുക. ബജറ്റിൽ തുക വർദ്ധിപ്പിക്കുകയാണെങ്കിൽ 2500 രൂപ ലഭിക്കും. അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ലഭിക്കുന്നത് പോലെ തന്നെ 2000 രൂപയായിരിക്കും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.